ഇനി പി ജെയിംസ് കൂടി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. പി ജെയിംസ്, എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് 2 ആഴ്ച വെടിനിർത്തൽ ഉണ്ടായി എന്നുള്ളത്. അതേസമയം ഇന്ത്യക്ക് നയതന്ത്ര കാര്യങ്ങളിൽ ഒരുപക്ഷെ അത് പറഞ്ഞതുപോലെ ഒരു ചെറിയ സെറ്റ് ബാക്ക് ആണിത്. പക്ഷേ സമാധാനം കൈവരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം അതല്ലെങ്കിൽ ഇന്ത്യയെ പോലെ രാജ്യത്തെ ആയിരിക്കും ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നത് മറ്റൊരു കാര്യം. നമ്മുടെ 90 ലക്ഷത്തിലധികം ആളുകൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തന്നെ ഉണ്ട് എന്നതും നമ്മളെ വളരെ വളരെ ആപൽശങ്കയിലാക്കിയ കാര്യമാണ്. 40 ദിവസത്തെ യുദ്ധത്തിന് ഏതാണ്ട് ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു. ഒരു വലിയ എസ് കെ തന്നെ പറഞ്ഞ പോലെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറന്നു തുടങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ പറക്കൽ തുടങ്ങിയിട്ടുള്ളൂ. അത് എവിടെ എത്തും എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും 2 ആഴ്ചത്തേക്ക് ലോകത്തിന് മുഴുവൻ ശ്വാസം വിടാമെന്നുള്ള അവസ്ഥയാണ്. ഇന്നലെ രാത്രി ലോകം മുഴുവൻ ഞെട്ടിവിറച്ചതാണ്. കാരണം ഈ ട്രംപിന്റെ സ്വഭാവം അനുസരിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഈ ഇറാനെ ഭസ്മമാക്കി കളയും, അവിടെ നാഗരികത, അവിടുത്തെ സിവിലൈസേഷൻ തന്നെ ഇല്ലാതാക്കുന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിരോഷിമ നാഗസാക്കിയിലെ അണുബോംബ് ഇട്ടതിനെ കുറിച്ചൊക്കെ ആൾക്കാർ ഓർത്തുപോയി. ആ തരത്തിൽ അങ്ങനെ വന്നാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനൊക്കെ ശമനമായിരിക്കുന്നു. എസ് കെ അതിൻ്റെ ഒരു ഉദാഹരണം കുവൈറ്റിലെ അവർ ഔദ്യോഗികമായി പുറപ്പെടുവിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുവൈറ്റ് ഭരണകൂടത്തിൻ്റെ, അതിലവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാവരും ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് നാളെ വരെ, ഏപ്രിൽ 8 വരെ. എന്ന് മാത്രമല്ല നിങ്ങൾ അള്ളാഹു കുവൈറ്റിനെ രക്ഷപ്പെടുത്തട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. കാരണം വളരെ നിർണായകമാണ്, ആരും പുറത്തിറങ്ങരുതെന്ന് കുവൈറ്റ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയ ആശ്വാസമുള്ളതാണ്. പക്ഷേ അത്ര ആശ്വസിക്കാൻ വക പറയാൻ പറ്റില്ല. കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് 10 പരിപാടികളാണ്. അതിൽ ഹോർമോസ് കടലിടുക്കിന് മേൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് നഷ്ടപരിഹാരം, യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി 10 പരിപാടികളൊക്കെ ഇനി അമേരിക്ക അംഗീകരിച്ചാൽ പോലും ഇസ്രായേൽ അംഗീകരിക്കുമെന്നറിയില്ല. ഇനി ഒരു അപകടം ഇസ്രായേലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സോടെയാണ് ഈ യുദ്ധത്തിന് താൽക്കാലിക വിരാമമിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർബന്ധത്തിന് വഴങ്ങി അമേരിക്ക അല്ലെങ്കിൽ നിർത്തും, ഇസ്രായേൽ ഒറ്റയ്ക്ക് അല്ലാതെ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇസ്രായേലും അതിന് വഴങ്ങി എന്നുള്ളത്, ഇസ്രായേൽ ഏത് നിമിഷവും വെടിനിർത്തൽ ലംഘിക്കാം. കാരണം ഗസയിൽ നമ്മൾ കണ്ടതാണ്, ഗസയിൽ വെടിനിർത്തലുണ്ടായി. ഇതിനകം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 700-ലേറെ പേർ പിന്നീട് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 70,000 പേര് ഗസയിൽ കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇസ്രായേലിന് ഒരു പരിധി വിട്ട് വിശ്വസിക്കാനാവില്ല. ഈ നല്ല നിമിഷത്തിൽ ഞാൻ കൂടുതൽ നെഗറ്റീവായി പോകുന്നില്ല. പക്ഷേ വളരെ കൃത്യമായി ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമായി കണ്ടാൽ മതി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ആശ്വാസം പകരുന്നതാണ്. എസ് കെ പറഞ്ഞ പോലെ 90 ലക്ഷത്തിന് 1 കോടിക്കും ഇടയിൽ ഇന്ത്യക്കാർ, അതിൽ 40 ലക്ഷം മലയാളികളുള്ള ഗൾഫ് മേഖലയിൽ നമുക്ക് കിട്ടുന്ന വലിയ ആശ്വാസമാണത്. ആശങ്ക ഒഴിഞ്ഞു എന്ന് പറയുന്നില്ലെങ്കിലും ഒരു തരത്തിൽ ഇനി യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ, അത് മുന്നോട്ട് പോകാതിരിക്കട്ടെ. എസ് കെനെ അറിയാലോ, 40 ദിവസത്തെ യുദ്ധമാണ് ഇപ്പോൾ തൽക്കാലം ചെയ്തിരിക്കുന്നത്. ജൂൺ 2025 നടന്ന ഏറ്റുമുട്ടലിൽ 12 ദിവസമായിരുന്നു. 1000-ലേറെ പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഇത്തവണ 2000-ലേറെ പേർ കഴിഞ്ഞ 40 ദിവസത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഡാമേജ് കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെയല്ല, ഏതാണ്ട് 30,000 തവണയാണ് അവിടെ ആക്രമണങ്ങൾ നടന്നത്. അവിടെ സൈനിക കേന്ദ്രങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ, പെട്രോ കെമിക്കൽ കോംപ്ലക്സുകൾ. ക്ഷീണം സംഭവിച്ചിട്ടില്ല. അവർ ടെല്ലവീവ് എന്ന തലസ്ഥാനം, ഹൈഫ എന്ന തീരദേശ നഗരം, ജെറൂസലം എന്ന പുണ്യനഗരം, അതുപോലെ തന്നെ മധ്യ ഇസ്രായേൽ, ഇതൊക്കെ വലിയ ആക്രമണത്തിന് വിധേയമായി. ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ, അതിന് പുറമെയാണ് ക്ലസ്റ്റർ ബോംബുകൾ ഇത്തവണ ഇറാൻ പ്രയോഗിച്ചത്. തടയാൻ 7 കിലോമീറ്റർ ഉയരത്തിൽ പൊട്ടിത്തെറിച്ച് ഏതാണ്ട് 80-ലേറെ ദിശകളിലേക്ക് പാഞ്ഞു വീഴുന്ന 8 കിലോമീറ്റർ ചുറ്റളവിൽ വീഴുന്ന ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇസ്രായേലിൽ നിർബന്ധിച്ചിട്ടാണെങ്കിലും അവർക്കും വലിയ രീതിയിൽ ക്ഷീണം പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാനുള്ളത് എസ് കെ, ലെബനോനിലേക്ക് ഇപ്പോഴും ഇസ്രായേലിൻ്റെ കരയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെബനോന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്ന് അറിയാനുണ്ട്. കാരണം എല്ലാ യുദ്ധങ്ങളും നിർത്തിയോ എന്നുള്ള ചോദ്യമുണ്ട് എസ് കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടി ഉള്ളത്, പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ കുറച്ചും കൂടിയും അന്താരാഷ്ട്ര തലത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത് പറയാതെ വയ്യ. ഇന്ത്യക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ് പാകിസ്ഥാൻ കൊണ്ടുപോയത്. നമുക്ക് നോക്കാം ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളിൽ എന്ത് ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളത് കാണാം എസ് കെ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.